പവിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ വാസവൻ പറയുന്നിട്ട് സിയെ അകപ്പാടെ ഞെട്ടി. വാസവന് സംശയമുണ്ടെന്ന് സിയയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രത്തിനെതിരെ പരാതിയില്ലെന്നും പരാതി പിൻവലിച്ചെന്നുള്ള കാര്യം വാസവൻ വ്യക്തമാക്കിയല്ലോ. അതുകൊണ്ട് തന്നെ സിയയ്ക്കൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. സിഐ ഉടനെയാണെങ്കിൽ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അതേ, ഞാൻ ആ വിക്രത്തിൻ്റെ അച്ഛനെയും അമ്മയും ഇവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചായിരുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അത് കൊള്ളാമല്ലോ. എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. മാഷിനെ പുറത്ത് നിർത്തിയിട്ട് ആ മാഷിൻ്റെ വൈഫിനെ വിളിച്ച് അകത്ത് നിർത്തി ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നപ്പോഴാണ് ഒരാൾ വന്നത്. അപ്പം അയാൾക്കിപ്പം പരാതിയില്ലെന്നാണ് പറയുന്നതെന്ന്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതാരാ വന്നതെന്ന് ചോദിക്കുകയാണ്. വാസവനാണ് വന്നത്. വാസവൻ വന്നിട്ട് വിക്രത്തിനെതിരെ പരാതിയില്ല, വിക്രത്തിനെതിരെ പരാതി പിൻവലിച്ചു. മാത്രമല്ല മാഷിനെയും കമലമ്മയും ഉടനെ വിടണമെന്നാണ് വാസവൻ പറയുന്നത്. അപ്പോൾ ആണ് ശ്രീകാന്ത് പറയാണ്, അയാൾക്കത് എന്ത് പറ്റി? അപ്പോൾ സിഐ പറയാണ്, അയാൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എന്തായാലും വിക്രത്തിനെതിരെയുള്ള പരാതി പിൻവലിച്ചിട്ടുണ്ട്. അയാൾക്ക് ആരൊക്കെയോ സംശയമുണ്ട്. അതുകൊണ്ടല്ലേ വിക്രത്തിനെതിരായ പരാതി പിൻവലിച്ചത്. വേറെ എന്തൊക്കെയോ വാസവൻ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞ്, വിക്രത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് അവൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവൻ തെളിവുമായിട്ട് എന്തായാലും പ്രതിയെ പിടിക്കുമെന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞെന്നുള്ള കാര്യം സിഐ ആണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. അപ്പോൾ ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനാവുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ, അയാൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അയാൾക്ക് മനസ്സിലൊരു സംശയം വീണ് കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ പിന്നിലായിരിക്കും. ഒരു പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അയാൾ പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പോക്കാം. പിന്നെ അവർ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കത്തില്ല. കാരണം അയാളുടെ ഒരേ ഒരു മോനാണ് മരണപ്പെട്ടതെന്ന് സിഐ പറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് സിഐ അങ്ങ് വെക്കുവാണ്. ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനാവുന്നുണ്ട്. ശ്രീകാന്ത് ഉടനെ തന്നെ ചന്ദ്രശേഖരനെ വിളിക്കുന്നുണ്ട്. എന്താ ശ്രീകാന്ത് എന്ന് ചോദിക്കാൻ, അച്ഛാ ആകെപ്പാടെ പ്രശ്നമാവുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ആ വിക്രത്തിൻ്റെ അച്ഛൻ മാഷിനെയും അയാളുടെ ഭാര്യയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് സിഐ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വാസവൻ വന്നെന്നും വാസവന് പരാതിയില്ലെന്നും അവരെ വിട്ടയക്കണമെന്ന് സിഐ അടുത്ത് പറഞ്ഞെന്നുള്ള കാര്യം ചന്ദ്രശേഖരനെ അറിയിക്കുകയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അയാൾക്ക് പരാതിയില്ലെന്നോ? ഇത്രയും നാൾ പരാതിയുണ്ട്, മോനെ കൊന്നവനെ പിടിക്കണമെന്ന് പറഞ്ഞ ആൾക്ക് ഇനി പരാതിയില്ലെന്നോ? അയാൾക്ക് ഇപ്പം ഉറപ്പാണെന്ന് വിക്രമല്ല ഇത് കൊന്നേന്ന്. ഇതിൻ്റെ പിന്നിൽ മറ്റാരോ കളിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് ഉറപ്പാണെന്നാണ് സിഐ പറഞ്ഞത്. എന്തായാലും ഒന്ന് സൂക്ഷിക്കാനാണ് സിഐ പറഞ്ഞെന്നുള്ള കാര്യം ശ്രീകാന്ത് ചന്ദ്രശേഖരനെ അറിയിക്കുകയാണ്. ചന്ദ്രശേഖർ പറയാണ്, സിഐ പറഞ്ഞത് കറക്റ്റാ ശ്രീകാന്തേ, അയാൾക്ക് എന്തോ സംശയം തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അയാൾ വന്ന് ആ പരാതി പിൻവലിച്ചത്. അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് വിക്രമല്ല വരുണിനെ കൊന്നത്, വേറെ ആരോ ആണെന്ന്. ആ ആളെ കണ്ടുപിടിക്കാനായിരിക്കും ഇനി അയാളുടെ നെട്ടോട്ടം എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം. മാത്രവുമല്ല ഇതിൻ്റെ ഇടയ്ക്ക് ആ വിക്രത്തെ കണ്ടുപിടിച്ച് അവനെ അങ്ങ് തട്ടണം. അവൻ ജീവിച്ചിരിക്കുമ്പോഴല്ലേ കുഴപ്പം. അതോടെ നമ്മുടെ കാര്യത്തിന് ഒരു തീരുമാനമാവുമെന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. എന്തായാലും അവൻ ഈ സിറ്റി വിട്ട് കാണും, അതുറപ്പാണ്. എന്തായാലും ഒരാളുടെ സഹായമില്ലാതെ അവന് പെട്ടെന്നൊന്നും ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. വേറെ എങ്ങോട്ട് പോകണമെങ്കിലും ഈ നാട്ടിൽ ഒരാളുടെ സഹായം വേണം. അതാരായിരിക്കും ചെയ്തു കൊടുത്ത് അവതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് ചന്ദ്രശേഖരനാണെങ്കിൽ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയാണ്. എന്തായാലും അവൻ്റെ കൂട്ടുകാർ ജോസഫും രാജനും നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നെ ആരൊക്കെയുണ്ട്, പിന്നെ ഏതൊക്കെ സോഴ്സ് വഴി അവർക്ക് പുറത്തു പോകാൻ പറ്റും, ആരൊക്കെയായിട്ട് ഒരു ബന്ധപ്പെട്ട് കാണും, ഇതൊക്കെ അന്വേഷിക്കണം. വേദയുടെ ഫോൺ വഴിയായിരിക്കും വിളിച്ചത്. എന്തായാലും അതൊന്ന് അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് ചന്ദ്രശേഖരൻ ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്. ഇനി നമുക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ കണ്ടുപിടിക്കണം. ഓരോ സമയം താമസിക്കും തോറും അവൻ നമ്മുടെ അടുത്തേക്ക് എത്തും എന്ന് ചന്ദ്രശേഖർ ശ്രീകാന്തിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവരാകപ്പാടെ ടെൻഷനിലാണ്. വാസവനെങ്ങാനും കണ്ടുപിടിച്ച അതോടെ തീരും, വെടിവെക്കുമെന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ സമയത്ത് മാഷും കമലമ്മയും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലാണെങ്കിൽ നന്ദിനിയാണെങ്കിൽ ആകപ്പാടെ ചർച്ചയിലാണ്. നന്ദിനിയാണെങ്കിൽ ശ്രീജേട്ടടുത്ത് പറയാണ്, ശ്രീജേട്ടത്തി അച്ഛനെ അമ്മ ഒറ്റയ്ക്ക് വിളിച്ച് എന്തിനായിരിക്കും ഈ നാളത്തെ തൊട്ട് വിശ്വട്ടനെയും വിനായകേട്ടനെയും ചോദ്യം ചെയ്യാൻ ഇതുപോലെ വിളിപ്പിച്ചിട്ട് അവസാനം ഇടിച്ച് പഞ്ഞിക്കിട്ടത് എന്ന് പറയാണ്. അതേപോലെ കാണും അച്ഛനും അമ്മയടുത്ത് പെരുമാറുമെന്ന് നന്ദിനി ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ശ്രീജിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നന്ദിനി, നീ എന്തൊക്കെയായി പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ അവർ പ്രായമായുള്ളവരല്ലേ, അവരെന്ത് ചെയ്യാനാ എന്ന് പറയാണ്. അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും നേരമായിട്ട് കാണുന്നില്ലല്ലോ എന്ന് നന്ദിനി പറയാണ്. ഇനി രണ്ടുപേരെയും പിടിച്ച് സെല്ലിലെങ്ങാനും ഇട്ട് കാണുമോ എന്ന് നന്ദിനി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് വിശ്വനും അതുപോലെ വിനായകനും വിഷമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്തുകയാണ്. രണ്ടുപേരും ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോൾ ശ്രീജിക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് വിശ്വം എണീച്ചിട്ട് വന്നിട്ട്
മാഷിനടുത്ത് ചോദിക്കുകയാണ്, അച്ഛാ എന്തിനാ അവർ വിളിപ്പിച്ചേ, കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാഷ് അവിടെ ഇരുന്നിട്ട് പറയാണ്, അത് അന്ന് നമ്മളെ 3 പേരെയും കൊണ്ടുപോയല്ലോ, എന്നിട്ട് നിങ്ങൾ 2 ഉപദ്രവിച്ചല്ലോ, അതേപോലെ വേറൊരു നാടകത്തിനാണ് കൊണ്ടുപോയത്, പക്ഷേ നാടകം നടന്നില്ല എന്ന് പറയാണ്. അപ്പം വിശ്വത്തിനും വിനായകനൊന്നും മനസ്സിലാവുന്നില്ല. അതെ, എന്നെ ഇവിടെ വിളിച്ചുകൊണ്ട് പോയത് വിക്രം എവിടെയാണെന്നും അന്ന് ഹോസ്പിറ്റലിൽ വിക്രം വന്നിട്ടുണ്ടെന്നും മുഖം മറച്ചൊരാൾ വന്നായിരുന്നു, അത് വിക്രമാണോ എന്നുള്ള സംശയം തീർക്കാനാണ് ഞങ്ങളെ വിളിച്ചതെന്ന് കമലമ്മ പറയുകയാണ്. എത്രയും പെട്ടെന്നും അവനെ കണ്ടെത്തണം, അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയാണ്. അപ്പോൾ നന്ദിനി പറയാണ്, ഈ ഒളിച്ചിരിക്കുന്ന വിക്രത്തിന് അവിടെ ഒളിച്ചിരുന്നാൽ മതി, കഷ്ടപ്പാട് മൊത്തം അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്നവരാ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാഷിനാകപ്പാടെ ദേഷ്യം വരുന്നുണ്ട്. മാഷാണെങ്കിൽ ഇങ്ങനെ നന്ദിനിയെ നോക്കുന്നുണ്ട്. വിനായകൻ പറയുന്നുണ്ട്, നീ ഒന്ന് മിണ്ടായിരിക്കടി എന്ന് പറയണം. അങ്ങനെ അവർ മുറിയിലേക്ക് പോവുകയാണ്. മുറിയിലേക്ക് പോകുമ്പോൾ കമലമ്മ മാഷിനടുത്ത് ചോദിക്കുകയാണ്, അതേ മാഷേ, ഈ വാസവനല്ലേ നമ്മുടെ മോനെതിരെ വെടിവെക്കുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തത്, ഇപ്പോൾ എന്താ അയാൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ മാറ്റി പറഞ്ഞത് വിക്രത്തിനെതിരെയുള്ള പരാതി പിൻവലിക്കുകയാണെന്നും വിക്രത്തെ താൻ തെറ്റിദ്ധരിക്കുകയാണെന്നൊക്കെ പറഞ്ഞത് എന്തായിരിക്കും എന്ന് പറയണം. അപ്പോൾ മാഷ് പറയണം, അതെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ സമയത്ത് അയാൾ വന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ആ CI ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേസ് ചാർജ് ചെയ്ത് നമ്മളെ അകത്താക്കിയതെന്ന് പറയുകയാണ്. കേട്ടോണ്ട് ശ്രീജയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം വിശ്വം പറയാണ്, അത് ശ്രീജയെ വിളിച്ച് ദീപ്തിയെടുത്ത് പറഞ്ഞായിരുന്നു അച്ഛനെയും അമ്മയും ഇവിടുന്ന് പോലീസ് കൊണ്ടുവന്ന കാര്യം, അപ്പം ദീപ്തിയായിരിക്കും വാസനെ വിളിച്ചറിയിച്ചെന്നുള്ള കാര്യം വിശ്വം പറയുകയാണ്. അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് മാഷ് ചോദിക്കുകയാണ്. അപ്പം ശ്രീജ പറയുകയാണ്, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോയി ഒരനുഭവം ഉണ്ടായതുകൊണ്ടാണ് അച്ഛൻ ഞാൻ ദീപ്തിയെ വിളിച്ചത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്ന് പറയാണ്. അതെന്തായാലും നന്നായി എന്ന് കമലമ്മ പറയാണ്, ഇല്ലെങ്കിൽ ഞങ്ങളെ വീണ്ടും പിടിച്ചവിടെ നിർത്തിയേനെ എന്ന് കമലമ്മ പറയുകയാണ്. വിശ്വം പറയാണ്, അച്ഛൻ പറയുന്നത് കേട്ടല്ലോ, അയാൾ പരാതി പിൻവലിച്ചത്, അതെന്താ പറ്റി? അതറിയത്തില്ല മോനെ, അയാൾ എന്തായാലും അവിടെ വന്നിട്ട് പറഞ്ഞ് വിക്രമല്ല തൻ്റെ മോനെ കൊന്നതെന്ന്, അത് ഉറപ്പുള്ള കാര്യമാണ്, അതുകൊണ്ട് വിക്രത്തെ തിരക്കി നടക്കണ്ട, യഥാർത്ഥ കൊലപാതകയെ കിട്ടിയാൽ മതി എന്ന് വാസവനാണെങ്കിൽ CI എടുത്ത് പറഞ്ഞ്. അപ്പം വിശ്വം ചോദിക്കുന്നുണ്ട്, അച്ഛാ അയാൾക്ക് എന്താ ഇത്രയും മാറ്റം പെട്ടെന്നുണ്ടാവാൻ കാരണം? അപ്പോൾ മാഷ് പറയണം, അതെന്താണെന്ന് അറിഞ്ഞൂടാ, എന്തായാലും വിക്രം കുറ്റക്കാരനല്ലെന്നാണ് അയാൾ പറയുന്നത്, ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, അയാളെ കണ്ടെത്തണം എന്നുള്ളൊരു വാശിയിൽ അയാളെന്ന് മാഷ് പറയണം. അപ്പം വിശ്വം പറയണം, അത് നന്നായി അച്ഛാ, അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് യഥാർത്ഥ കൊലപാതകയെ കാണും എന്ന് പറയുകയാണ് വിശ്വം. അങ്ങനെ അവരെല്ലാവരും സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത്രയും നാൾ കൊല്ലാൻ നടന്ന വാസവൻ തന്നെ പരാതി പിൻവലിച്ചു, വിക്രമല്ല കുറ്റക്കാരനെന്ന് അയാൾക്ക് ബോധ്യമായി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് അയാൾക്കും ബോധ്യമായ സ്ഥിതിക്ക് വിക്രത്തെ എത്ര പെട്ടെന്ന് പിടിക്കാനോ ഒന്നും പറ്റത്തില്ല എന്ന് മാഷിനും കമലമ്മയ്ക്കും തോന്നുകയാണ്. ഈ സമയത്താണെങ്കിൽ വിക്രവും വേദയും പുതിയ വീട്ടിൽ താമസാക്കുവാണ്. അങ്ങനെ രാവിലേക്ക് ആയപ്പോഴത്തേക്ക് വേദയാണെങ്കിൽ ചായ ഇട്ടുകൊണ്ട് വന്ന് വിക്രത്തിനും അനിയൻകുട്ടിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, എന്നും ഇങ്ങനെ ഇവിടെ തന്നെ അങ്ങ് താമസിച്ചാൽ ശരിയാവത്തില്ല, എന്തെങ്കിലും ജോലി ചെയ്യണം എന്ന് വേദ പറയണം. അപ്പം വിക്രവും പറയുന്നുണ്ട്, അത് തന്നെ, എന്തെങ്കിലും ജോലി കണ്ടെത്തണം, ഞാൻ എന്തായാലും നമ്മൾ വന്നിറങ്ങിയ ഭാഗത്തുള്ള കടയിലൊന്ന് പോയിട്ട് വരാം, അവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറയാണ്. എന്നാലല്ലേ വല്ലതും വെക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, അത് നല്ല കാര്യമാണ്, എന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും വെച്ച് കഴിക്കാൻ പറ്റത്തുള്ളൂ, വിക്രം പോയിട്ട് പക്ഷേ സൂക്ഷിക്കണം, ഇത് ഹൈ റേഞ്ച് ഭാഗമാണ്, ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ടെന്നെങ്കിൽ ഈ വർഗീസ് പറഞ്ഞത് കേട്ടില്ലേ, ആർക്കെങ്കിലും നമ്മൾ അറിയാവുന്നവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അതോടെ തീരുമെന്ന് പറയാണ്. വിക്രം പറയാണ്, ഞാൻ ശ്രദ്ധിച്ചോളാം വേദ എന്ന് പറയാണ്. അപ്പം അനിയൻകുട്ടനും ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിക്രം നേരെ ജംഗ്ഷനിലുള്ള കടയിലേക്ക് എത്തുകയാണ്. വിക്രം അവിടെ വന്ന് സാധനങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിക്കുകയാണ്. അപ്പം എവിടെ ഉള്ളയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീണ്ടും വിക്രത്തിൻ്റെ അടുത്ത്. അത് കുറച്ച് ദൂരെ നിന്നാണ് വന്നത്. കടയിൽ അയാൾ ചോദിക്കുകയാണ്, ഗീവർഗീസിനെ കണ്ടായിരുന്നോ, അയാൾ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്, താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു തന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ചെയ്തു തന്നെന്ന് പറയണം. ഉടനെ അയാൾ പറയാണ്, പോലെ ഗീവർഗീസിനെ തിരക്കി ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ വരും, പക്ഷേ വന്നു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പം അവനിട്ട് നല്ല പണിയും കൊടുത്തിട്ട് അവരങ്ങ് പോവും, അതുപോലെ ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു ഓട്ടോക്കാരൻ അങ്ങോട്ട് വരുന്നത്. വന്നിട്ട് കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുകയാണ്. അപ്പം പെട്ടെന്ന് വിക്രത്തെ കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ്, എവിടെ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാണ് വീടെന്ന് ചോദിക്കുകയാണ്. അപ്പം പെട്ടെന്ന് വിക്രമങ്ങ് വല്ലാതാവുന്നുണ്ട്. അത് കുറച്ച് ദൂരെയാണ്, അല്ല എന്നാലും സ്ഥലം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവിടെ കടക്കാരൻ പറയാണ്, അത് ഗീവർഗീസിനെ തിരക്കി വന്ന് ഗീവർഗീസിൻ്റെ ആൾക്കാരാണ്, കുറച്ച് തെക്കുന്ന, നിനക്കെന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അയാൾ ആ കടക്കാരനായിട്ടങ്ങ് സംസാരിക്കുകയാണ്. എന്നാലും വിക്രത്തെ കണ്ടപ്പോൾ ഒരു സംശയം പോലെ അയാൾക്ക് തോന്നുന്നുണ്ട്. വിക്രം പെട്ടെന്ന് തന്നെ സാധനം വാങ്ങിച്ച് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. കൂടുതൽ നേരം നിൽക്കാതെ വിക്രം നേരെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും കണ്ടായിരുന്നോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ലായിരുന്നു,
പിന്നെ നാട്ടുമ്പുറമല്ലേ, എല്ലാവർക്കും എല്ലാം അറിയണം, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ വെച്ചൊരു ഓട്ടോക്കാരനെ കണ്ട്, അയാൾക്ക് എന്നെ കണ്ടിട്ട് എന്തോ എവിടെയോ കണ്ട വെച്ചൊരു പരിചയം പോലെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ വിക്രം എന്തോ പറഞ്ഞെന്ന് വേദ ചോദിക്കണേ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് തന്നെ കടക്കാരൻ ഓരോന്ന് ചോദിച്ച് ആ സമയം കൊണ്ട് ഞാനിങ്ങ് പോരുന്നു. അല്ല, അതുകൊണ്ടാണ് വിക്രം ഈ വർഗീസ് പറഞ്ഞത്, എപ്പോഴും ശ്രദ്ധ വേണം. ഇവിടെ പല ആൾക്കാർ പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. നമ്മൾ അവരാരെ മുന്നിൽ ചെന്ന് വിട്ട് നമ്മൾ വന്ന കാര്യം നടത്തിയെടുത്തിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഉണ്ടെന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവുമെന്ന് വേദ പറയാണ്. വിക്രം പറയാണ്, നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ കാണും ഉണ്ടെന്ന് അവരാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തിരക്കി ഇവിടെ വരും, അത് ഉറപ്പുള്ള കാര്യമെന്ന് വിക്രവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ശ്രദ്ധിച്ച് തന്നെ വേണമെന്ന് വിക്രവും വേദയെ തീരുമാനിക്കുകയാണ്.